ഒരു പാത്രത്തിൽ ഇത്തിരി വെളിച്ചെണ്ണ എടുക്കുക. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ പാത്രം തുടണ്ട. ചട്ടിക്ക് മുകളിൽ അല്പം വെളിച്ചെണ്ണ പറ്റുക, കയ്യിലും വെളിച്ചെണ്ണ പറ്റുക. അപ്പോൾ ചക്ക വളഞ്ഞ് മുട്ടി പിടിക്കില്ല. ഇതാണ് മുറിക്കാൻ പോകുന്ന ചക്ക. മുള്ളൊക്കെ അകന്നിട്ടുണ്ട്. എത്രത്തോളം പഴുത്തിട്ടുണ്ടെന്നറിയില്ല. ഒരു ഭാഗത്ത് ചെറിയൊരു കളർ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മുറിക്കാമെന്ന് വെച്ചത്. ഇതാ ഒരു കളർ വന്നിട്ടുണ്ട്. മുറിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട്. നല്ലവണ്ണം പശ കാണുന്നുണ്ട്. പഴുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ പശയൊക്കെ കത്തിമെന്നായാലും ചക്ക എന്നായാലും തുടച്ചെടുക്കാം. ഒരു കഷ്ണം ഒരു ചെറിയൊരു കോട്ടൺ ക്ലോത്തോ ബനിയൻ ക്ലോത്തോ കൈ കരുതണം. ഇതുപോലെ രണ്ട് വശവും കത്തി ഒന്ന് ചെറുതായി ചൂടാക്കും. എന്നിട്ട് തുണി കൊണ്ട് തുടച്ചെടുക്കും. ഇതിലിപ്പോൾ കാര്യമായിട്ട് വളഞ്ഞില്ല. ഞാൻ തുണി കൊണ്ട് തുടച്ചപ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു. കൂടുതലുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ചെയ്താൽ മതിയാവും. അങ്ങനെ കത്തിയിലുള്ള കംപ്ലീറ്റ് ചക്ക വളഞ്ഞും പോയിട്ടുണ്ട്. ചക്ക ഞാൻ തിന്നു നോക്കി, ഒരു മധുരവും ഇല്ല. ഇനി ചിലപ്പോൾ നാളേക്കേറ്റം ശരിയാവുകയാണെങ്കിൽ വെട്ടി നുറുക്കി നോക്കും രുചിയുണ്ടോന്ന്. ചക്ക ബണ്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നാളെ തുറന്ന് നോക്കും. ഞാൻ വിചാരിച്ച രീതിയിൽ വന്നിട്ടുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ ടാറ്റ ബൈ ചക്കയ്ക്ക്.